തമിഴ്നാട് രാമസേതുവിൽ പ്രധാനമന്ത്രി എത്തുന്നു. അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ രാമസേതുവിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്ര ദർശനങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി പൂർത്തിയാക്കും. 10:30 ധനുഷ്കോടി കോദണ്ഡ രാമക്ഷേത്രത്തിൽ അദ്ദേഹം എത്തും. രാമസേതു നിർമ്മാണം തുടങ്ങിയ അരിച്ചൽ മുനമ്പിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അരിച്ചൽ മുനമ്പിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. എസ് വിജയകുമാർ വിവരങ്ങളുമായുണ്ട്. വിജയകുമാർ, എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ വ്രതത്തിലാണുള്ളത്. 11 ദിവസത്തെ വ്രതം അദ്ദേഹത്തിനുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം എത്തുമ്പോൾ അവിടുത്തെ രാമക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം തൃപ്രയാറിൽ പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് രാമസേതു നിർമ്മാണം തുടങ്ങിയ അരിച്ചൽ മുനമ്പിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികളുടെ ഉദ്ദേശം എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശ്രീരാമനുമായി ബന്ധമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം തുടങ്ങിയത് 11 ദിവസങ്ങൾക്ക് മുൻപാണ്. ഇന്നേക്ക് കൃത്യം പറഞ്ഞാൽ 10 ദിവസം മുൻപാണ്. ഈ 11 ദിവസം അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. നാസിക്കിലെ രാമക്ഷേത്രത്തിൽ അദ്ദേഹം താമസിച്ചു. അവിടെ ആ രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ വനവാസ കാലത്ത് അദ്ദേഹം അവിടെ എത്തിയിരുന്നു എന്നും അദ്ദേഹം അവിടെ താമസിച്ചു എന്നും രാമായണത്തിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ കഥകളിൽ പരാമർശിക്കുന്ന നാസിക്കിലെ രാമക്ഷേത്രത്തിൽ നിന്നാണ് അവിടെ സന്ദർശനം നടത്തിയാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലെ രാമക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം തമിഴ്നാട്ടിൽ രാമ കഥകളുമായി കുറെ കൂടി ബന്ധമുള്ള മേഖലകൾ, ഇപ്പോൾ രാമേശ്വരം, അതിനുശേഷം ധനുഷ്കോടി, പിന്നെ ഈ രാമസേതുവിന്റെ നിർമ്മാണം തുടങ്ങിയെന്ന് കഴിയുന്ന അരിശൽ മുനമ്പ്, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുന്നു. ഇന്നലെയും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു വിവിധ പ്രദേശങ്ങളിൽ. കോദണ്ഡ രാമക്ഷേത്രത്തിൽ അദ്ദേഹം ഇന്ന് ഉച്ചയോടെ സന്ദർശനം നടത്തും. അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം രാമകഥയുമായി ബന്ധമുള്ള, രാമകഥയിൽ പറയുന്ന, രാമായണത്തിൽ പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം ദർശനം നടത്തിയിട്ടുണ്ട്. ദർശനം അത് ഇന്നുകൊണ്ട് പൂർത്തിയാവുകയാണ്. 11 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാണ് അദ്ദേഹം ഈ പ്രതിഷ്ഠയ്ക്ക് എത്തുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ആ 11 ദിവസം എന്നത് ഈ ആചാര്യന്മാർ പറഞ്ഞതാണ് 11 ദിവസം എന്നാണ് പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ചത്. ആ വ്രതം ആചാര്യന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ 11 ദിവസവും വ്രതമെടുക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി തന്നെ വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഈ ആചാരപരമായ സംഗതികളൊക്കെ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വന്ന സമയത്തും അദ്ദേഹം ആ തരത്തിൽ വ്രതം അനുഷ്ഠിച്ച് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പിന്നീട് അത് ചില റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ സന്ദർശനം, തമിഴ്നാട് സന്ദർശനം കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം നാളെ രാവിലെ അയോധ്യയിലേക്കാണ് എത്തുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരു മുഖ്യ പുരോഹിതനൊപ്പം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അത് നടക്കുമെന്നാണ് ചമ്പത് റായ്, ഇതിന്റെ ഈ ട്രസ്റ്റിന്റെ പ്രധാനിയായ ജനറൽ സെക്രട്ടറിയായ ശ്രീ ചമ്പത് റായ് വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ അത് നടക്കുമെന്നതാണ്. യുപിയിലെ തന്നെ വേദപണ്ഡിതരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ അധ്യക്ഷനായി അവരുടെ കൂടെ ഉണ്ടാകും. ഈ ഇത്തരം ക്രിയകളിൽ ഒരു യജ്ഞത്തിന്റെ യജമാനൻ എന്നൊരു പദവി ഒരാൾക്ക് നൽകാറുണ്ട്. ഈ പ്രതിഷ്ഠ എന്നതൊരു യജ്ഞമായി കാണുകയും അതിനൊരു യജമാനനെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല ആ യജമാനൻ, അത് മറ്റ് ചില ആളുകളാണ്. പ്രധാനമന്ത്രി ഇതിലെ ഒരു ആചാര്യസ്ഥാനത്തല്ല, അദ്ദേഹം ഇതിലൊരു അധ്യക്ഷനായി ഉണ്ടാവുകയായിരിക്കുമെന്ന് പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രിയെ ഇത്തരം പൂജകളിൽ പ്രധാനിയാക്കുന്നത് ഈ ആചാരവിരുദ്ധമാണ് എന്ന് ഈ ശങ്കരാചാര്യർ, 4 മഠത്തിലെയും ശങ്കരാചാര്യർ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായി കൂടിയാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ്, അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പ്രധാനമന്ത്രി ആചാര്യനായല്ല അതിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹം ഒരു അധ്യക്ഷൻ എന്ന തരത്തിൽ ഒരു അതിഥി, ഒരു പ്രധാനപ്പെട്ട അതിഥി എന്ന നിലയിലായിരിക്കും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക. നമുക്ക് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു. 11 ദിവസത്തെ വ്രതത്തിലായിരിക്കുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം വ്രതം ആരംഭിച്ചിട്ട് 10 ദിവസം പൂർത്തിയാവുകയാണ്. അദ്ദേഹം സന്ദർശിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട്.
ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം ഇന്ന് പൂർത്തിയാകും. 10:30 ധനുഷ്കോടി കോദണ്ഡ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാമസേതു നിർമ്മാണം തുടങ്ങിയ അരിച്ചൽ മുനമ്പിലും സന്ദർശനം നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി. അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യ നഗരമാകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അയോധ്യ. ഇപ്പോൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ത്രിതല സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെയാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തുക. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ആരൊക്കെയാണ് ജന്മഭൂമിയിലേക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് എന്നുള്ളത് കൗതുകമുണർത്തുന്ന കാര്യം.